നമ്മളിന്ന് ധനഹൂട്ടൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോവുകയാണ്. കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയാണ് സ്റ്റുഡിയോയിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് ദിയാമോളുടെ ഫോട്ടോയും വേണം, ധനഹൂട്ടൻ്റെ ഫോട്ടോയും വേണം. അതിനുവേണ്ടി നമ്മളിന്ന് പോയത് മേഘ ഡിജിറ്റൽ സ്റ്റുഡിയോ ആണ്, എലവന്തിട്ടയിലുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്റ്റുഡിയോയ്ക്കകത്ത് കയറി നമ്മുടെ സ്റ്റുഡിയോ ഇതാണ്, ചെറിയൊരു സ്റ്റുഡിയോ ആണ്. പക്ഷെ നല്ല മനോഹരമായിട്ടാണ് അവിടുത്തെ ആ ഫോട്ടോയൊക്കെ എടുത്ത് തരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ്. കാരണം അവിടെ ഇരിക്കുന്ന ഫോട്ടോ കണ്ടാൽ നമുക്കറിയാം ഇതാണ് അതിൻ്റെ അകം. ചെറിയ 2 റൂമുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയായിട്ട് എടുക്കുന്നതിലാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എടുത്ത് തരും. ദിയാമോളും ധനകൂട്ടനും കൂടെ അവിടെ അകത്ത് കയറി സ്റ്റുഡിയോയ്ക്കകത്ത് ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് കുറുമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പതുക്കെ എൻ്റെ ഫോൺ ഇങ്ങനെ ഞാൻ പിടിക്കുന്നത് കണ്ടതും നല്ല ഒന്നാന്തരം ഒരു ചിരിച്ച് കാണിച്ചിട്ട് അവരത് അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ എടുക്കാനും പിടിക്കാനും ഒക്കെയുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാമെന്ന് പറഞ്ഞാൽ ഈ സന്തോഷം മുഖത്ത് എപ്പോഴും ഉണ്ട് കേട്ടോ. ഒരുക്കുന്നതും വണ്ടിയുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതും ഒരു പ്രത്യേക തരം സന്തോഷമാണ് പിന്നീട് അങ്ങോട്ട്. എന്നിട്ട് പതുക്കെ നമ്മളവിടെ അകത്തിരിക്കുകയാണ്. അകത്തിരുന്നപ്പോൾ അച്ചാച്ചനും സ്റ്റുഡിയോയിലെ ആ ചേട്ടനും തമ്മിൽ എന്തോ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ എന്തോ ചെറിയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ചേട്ടൻ പതുക്കെ അകത്ത് വന്നിട്ട് ധനഹൂട്ടൻ്റെ ഫോട്ടോ എടുത്തത് കാണിക്കാനുള്ള മാർഗ്ഗമില്ല. കാരണം പെട്ടെന്ന് അങ്ങ് എടുക്കുമായിരുന്നു, അധികം നേരം ഇരിക്കത്തില്ല, ഇരുത്തി വേണ്ടായിരുന്നു എടുക്കാൻ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഫോട്ടോ എടുത്തു. ആ ചേട്ടനത് കട്ട് ചെയ്ത് തന്നു. പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തേക്കുന്നത്, കണ്ടോ. നല്ല സുന്ദരമായ ഫോട്ടോ തന്നെ. അവൾ ഇച്ചിരി ഗൗരവത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. എന്തായാലും നല്ലതായിട്ട് ഫോട്ടോ ഒത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദിയാമോളുടെ ഫോട്ടോയും നമ്മൾ എടുത്തായിരുന്നു. ദിയാമോളുടെയും ഫോട്ടോ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ചെറിയ സ്റ്റുഡിയോ ആണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അതിൻ്റെ ഫോട്ടോ എല്ലാം ചെയ്തേക്കുന്നത്. കണ്ടോ, ദിയാമോളുടെ ഫോട്ടോയും നല്ല ഭംഗിയായിട്ട് തന്നെ